ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ശ്രീജിത്ത് പന്തളം. ഞാനിപ്പോൾ ഇങ്ങനൊരു ലൈവ് പെട്ടെന്ന് വരാനുണ്ടായ കാരണം ഞാൻ അല്പനേരങ്ങൾക്ക് മുമ്പ് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആവും. ദയവായി എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇന്ന് രാവിലെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെൻ്റെ പ്രൊഫൈലാണ്, വെരിഫൈഡ് പ്രൊഫൈലാണ്. എൻ്റെ പേജ് രാവിലെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന പോസ്റ്റുകൾ പിറ്റേ ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന പോസ്റ്റുകളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ രാവിലെ നോക്കാൻ ചിലപ്പോൾ ടൈം കിട്ടാറില്ല. ഇന്ന് രാവിലെ അർജൻറ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പോകുന്ന വഴിയിൽ എൻ്റെ എനിക്ക് സുഹൃത്തുക്കളുടെ ഫോൺ വന്നു. അങ്ങനെ ആ ഫോൺ വന്നപ്പോൾ ഞാൻ ആ പോകാൻ ഇറങ്ങിയിടത്തുനിന്ന് തിരിച്ചു വന്നു. പത്തനംതിട്ടയ്ക്ക് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പോകാൻ ഇറങ്ങിയിടത്തുനിന്ന് തിരിച്ചു വന്ന് വരുന്ന വഴിക്കാണ് ഫേസ്ബുക്കിൽ ഇതുപോലെ പോസ്റ്റ് ഇട്ടത്. ഞാൻ എൻ്റെ പേജ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ആളുകൾ കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം, ഇതുപോലെ ഒരുപാട് പേജുകൾ, എൻ്റെ മാത്രമല്ല ഫേസ്ബുക്കിലെ റീച്ചുള്ള ഒരുപാട് പേജുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ. അതിലൊരു പ്രധാനപ്പെട്ട പേജായിരുന്നു, ഞാൻ കൂടി അഡ്മിൻ ആയിരുന്ന ഒരു പേജായിരുന്നു അഘോരി. പിന്നീട് ഞാൻ ആ അഘോരിയുടെ അഡ്മിൻ പാനലിൽ നിന്ന് പോയതാണ്. അത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പിന്മാറിയതാണ്. അഘോരിയിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരുപാട് റീച്ചുള്ള ഒരു പേജായിരുന്നു ആ പേജ് ഇതുപോലെ ഹാക്ക് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതേപോലെ നമ്മുടെ തന്നെ ഒരുപാട് സംഘടനാപരമായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും വരുന്ന പേജുകളുണ്ട്. ആ പേജുകൾ പലതും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതര സംഘടനകളുടെ, ഇതിപ്പം RSSകാരോ സംഘപരിവാറുകാരോ BJPക്കാരുടെയോ എന്നുള്ളതല്ല, ഇതര പ്രസ്ഥാനങ്ങളുടെ, കോൺഗ്രസ്സുകാരുടെ ഒരു പേജ് ഉണ്ടായിരുന്നു. ഈ രാഹുലിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു പേജ്, അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ CPMൻ്റെ കൊല്ലം ജില്ലയുടെ LDFൻ്റെ ഏതാണ്ട് ഒരു പേജ് ഉണ്ടായിരുന്നു, അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്തിലെല്ലാം വരുന്ന തത്തുല്യമായ പരിപാടിയാണ് ഇപ്പോൾ എൻ്റെ പേജ് ഹാക്ക് ചെയ്ത അണ്ണന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിൻ്റെ സ്റ്റോറിക്കകത്ത് അശ്ലീല ഫോട്ടോസാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് പേര് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നു, ഞാൻ കണ്ടു. എന്തായാലും നിങ്ങളുടെ പരിശ്രമം കൊള്ളാം. നിങ്ങൾ ഈ നേരായ വിധത്തിൽ ഒരാളെ എന്നിടയ്ക്ക് വേറെ കോള് കയറി വരുന്നുണ്ട്. ഓഡിയോ ക്ലിയർ ആയിരിക്കണമല്ലോ അല്ലേ? ഓഡിയോ ഇപ്പോൾ ക്ലിയർ ആയി തോന്നുന്നു. നെറ്റ്വർക്കിന് എന്തായാലും തകരാറുണ്ട്. പോട്ടെ. അപ്പോൾ എന്തായാലും ഒരാളെ ആശയപരമായിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയത്തില്ല എങ്കിൽ ആ ആൾ പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് കൂടുതലായി എത്തുന്നതിന് തടയാൻ വേണ്ടി അവരുടെ ആശയങ്ങൾ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന പരിപാടിയാണ് ഇതുപോലെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുക, പേജിനകത്ത് അക്സസിബിലിറ്റി ഉണ്ടാക്കി അതിനകത്ത് അശ്ലീലം കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത്. കാരണം ഈ ആളുകളെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് 1-2 വിധികൾ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ്, ഒരു കോടതി വിധിയും അതുപോലെയുള്ള കാര്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വന്നപ്പോൾ തന്നെ ഞാൻ കരുതിയതാണ് സ്വാഭാവികമായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി വരുമെന്ന്. അപ്പം നിങ്ങളെല്ലാവരോടും എനിക്ക് ഒരു മുൻകരുതലെടുക്കാൻ വേണ്ടി പറയണം. പേജുകൾ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നത് ഈ കോള് കയറി വരുന്നതുകൊണ്ടാണ്. ഒരുപാട് കോള് കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് കോൾ ഡൈവേർട്ട് ചെയ്തിട്ടുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, പേജുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾ ഉടൻ തന്നെ ഈ പേജുകൾ സെക്യൂർ ചെയ്യാനുള്ള അടുത്ത മാർഗ്ഗങ്ങൾ നോക്കുക. വേറെ അവരുടെ അഡ്മിൻ പാനലിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ ആ അഡ്മിൻ പാനലിലുള്ള ആൾക്കാരോട് അവരുടെ പാസ്വേഡ് സ്ട്രോങ് ആക്കാൻ പറയുക. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യുക. ഇപ്പം എൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരുപാട് ഈ കോള് കയറി വരുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നത്. ദയവായി എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്, അവരുടെ പ്രൊഫൈലുകൾക്കകത്ത് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉടൻ തന്നെ ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് സ്ട്രോങ് ആക്കുക. യൂസർ നെയിമും പാസ്വേഡും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഉടൻ തന്നെ ചേഞ്ച് ചെയ്യുക. അതേപോലെ പേജുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് ഒന്നുകൂടെ പറയുന്നു, നിങ്ങളുടെ അഡ്മിൻസിനെ ശ്രദ്ധിക്കണം. അഡ്മിൻസിനും ഈ പറയുന്ന 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എല്ലാം ചെയ്യാൻ പറയുക. അവരുടെ പാസ്വേഡുകൾ യൂസർ നെയിം ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നിടത്തോളം ചേഞ്ച് ചെയ്യുക. നമ്മളിതെല്ലാം ചെയ്തിരുന്നതാണ്. പക്ഷേ
പക്ഷേ ഇപ്പോൾ എൻ്റെ പേജിനകത്ത് ഇവർ ഹാക്ക് ചെയ്തപ്പോൾ അവർ വളരെ പ്രൊഫഷണലായിട്ടാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു മെസ്സേജ് പോലും വരാത്ത രീതിയിലേക്ക് ഈ സാധനത്തിന് ചെയ്തിരിക്കുകയാണ്. ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് പാകിസ്ഥാനൊക്കെയാണ്. അതിന് പാകിസ്ഥാനാണോ എന്ന് എനിക്കറിയില്ല, ഇനി അത് വല്ല ഗൾഫിൽ ഇരുന്നുകൊണ്ടുള്ള കളിയാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ പേജ് ഹാക്ക് ചെയ്തിട്ട് അതിനകത്തിൽ ഈ അശ്ലീല ഫോട്ടോസാണ് ഇപ്പോൾ അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ദയവായി ആ പേജ് ഞാൻ തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്റ്റോറി ദയവായി മ്യൂട്ട് ചെയ്തിടുക. ഇനിയിപ്പം ഇതല്ല, ഇതിനപ്പുറത്തെ വല്ലതും സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ. കാരണം ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. റീച്ചുള്ള പേജുകൾ, പ്രൊഫൈലുകൾ തുടങ്ങിയവയൊക്കെ കണ്ടെത്തി ഇവന്മാർ ഇതുപോലെ പല പണികളും കാണിക്കും. ഈ പറയുന്ന പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ ആരും ഇതിനകത്തിലൊന്നും തകർന്നു പോകേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നെഞ്ചുപൊട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന ആശുപത്രിയിലൊന്നും ആവാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇല്ലേ ലവന്മാർ പറയുന്നൊരു ഭാഷയിൽ നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ ഹാക്ക് ചെയ്താലോ, പേജ് ഹാക്ക് ചെയ്ത്, ഇപ്പം നിലവിൽ എൻ്റെ പേജ് ഹാക്കാക്കി അശ്ലീല ഫോട്ടോസ് ഒക്കെ ഇട്ടേക്കുന്നു, സമ്മതിച്ചു. ഇനി നിങ്ങൾ എൻ്റെ പേജ് അങ്ങ് ഹാക്കാക്കി അതിനകത്തിൽ അല്ലെങ്കിൽ പ്രൊഫൈൽ ഹാക്കാക്കി നിങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് ഏതാണ്ട് പറ്റുമോ? ലവന്മാർ പറയുന്ന പോലെ എനിക്ക് ഒറ്റ കാര്യമേ പേജ് ഹാക്ക് ചെയ്തുകൊണ്ട് പോയി ഈ വൃത്തികേട് കാണിക്കുന്നവരോട് പറയാനുള്ളൂ, മത്തായിക്ക് മലരാണ്. എനിക്കൊരു പുണ്ണാക്കും വരാൻ പോകുന്നില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കറിയാം, ഞാൻ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കുന്ന ആളാണ്. അവരോടുള്ള സഹകരണവും സഹവർത്തിത്വവും എങ്ങനെയാണെന്നുള്ളത് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നല്ല റീച്ചുള്ള പേജാണ്, ഏതാണ്ട് 3.5 മില്യൺ ആണ് അതിൻ്റെ പോസ്റ്റ് റീച്ചൊക്കെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പേജുകളൊക്കെ കാണുമ്പം ഈ അണ്ണന്മാർക്ക് ഇത് ചെയ്തിരിക്കുന്ന അണ്ണന്മാരെ ഏത് രീതിയിൽ ആരെ എവിടെ നിന്നൊക്കെയെന്നൊക്കെ ഉള്ളത് ഏകദേശമൊക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാവുന്നതുമാണ്. കാരണം അയോധ്യയിലെ മുസ്ലിം സഹോദരന്മാരുടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ഒരുപാട് പേര് അവരുടെ കൂടെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ അടി വന്ന് കമൻറ്റ് ചെയ്ത അണ്ണന്മാർ ഇപ്പോൾ എന്നെ കൊന്നുകളയുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ കാര്യം, അതിവിടെ. അപ്പം ഈ പറയുന്ന അവരെ ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞ ആളുകളാണ്. ഇന്നലെ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധി പറഞ്ഞ ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അവരെ രണ്ടെണ്ണത്തിന് രാവിലെ പൊക്കിയിട്ടുണ്ട് പോലീസ്, കേരള പോലീസ്. അപ്പോൾ എനിക്കിത് പിന്നെ പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഈ പ്രവർത്തനം, എൻ്റെ രീതി, എൻ്റെ ഇത്രയും കാലം അനുവർത്തിച്ച് വന്ന രീതികൾ ഒരു ചേഞ്ചും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. നിങ്ങളിപ്പോൾ ഹാക്ക് ചെയ്യുമല്ല, നിങ്ങളിപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടാൽ പോലും എനിക്കൊരു ചേഞ്ച് വരാൻ പോകുന്നില്ല. അപ്പം ഒന്നുകൂടി ലാസ്റ്റിൽ വന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എൻ്റെ ഫേസ്ബുക്ക് പേജ്, ഇത് പ്രൊഫൈലാണ്, നീല ടിക്കുള്ളത് എൻ്റെ പ്രൊഫൈലാണ്, അത് വെരിഫൈഡ് ആണ്. അതേപോലെ തന്നെ എനിക്കൊരു പേജുണ്ട്, ഏതാണ്ട് 72,000 സംതിങ് പേര് ഫോളോ ചെയ്യുന്ന ഒരു പേജുണ്ടായിരുന്നു. ആ പേജ് ഇപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പേജിനകത്ത് സ്റ്റോറിയായിട്ട് അശ്ലീല ഫോട്ടോസ് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി എല്ലാ സുഹൃത്തുക്കളും, നിങ്ങൾ കാണുന്നവർ പരമാവധി ഇത് ഷെയർ ചെയ്യുക. അല്ലാത്ത ആളുകൾ പിന്നെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാവുന്നവർ, എന്നോട് സ്നേഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ആ സ്റ്റോറി മ്യൂട്ട് ചെയ്തിടാൻ പറയുക. ഫേസ്ബുക്ക് എൻ്റെ ശ്രീജിത്ത് പന്തളം എന്ന എൻ്റെ പേജിൻ്റെ നീല ടിക്കുള്ള പ്രൊഫൈലല്ല, പേജിൻ്റെ 72,000 പേര് ഫോളോ ചെയ്യുന്ന ആ പേജിൻ്റെ സ്റ്റോറി മ്യൂട്ട് ചെയ്തിടുക. കാരണം അതിലാണ് ഈ വൃത്തികേടുകൾ, ഈ ഹാക്ക് ചെയ്ത ഊച്ചാളികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് അവരവരുടെ സ്റ്റാൻഡേർഡ് കാണിക്കും, അവർ വൃത്തികേടുകൾ പലതും കാണിക്കും. ഇതിനല്ല, ഇതിനപ്പുറത്തെ പലതും അതിനകത്തിനെയും വരാം. ഞാനിന്ന് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും എൻ്റെ സുഹൃത്തുക്കളോട് ഈ കാര്യം പറയാൻ വേണ്ടി ഒരു വഴിക്ക് പോയിടത്തുനിന്ന് ഞാൻ തിരിച്ചു വന്നതാണ്. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് കരുതട്ടെ. നന്ദി, നമസ്തേ.